മകയിരം, തിരുവാതിര, പുണർദം, വിശാഖം, അനിഴം, തൃക്കേട്ട, ഉത്രാടം, തിരുവോണം, അവിട്ടം എന്നിങ്ങനെയുള്ള 9 നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾക്ക് ജൂലൈ മാസം 8-ാം തീയതി ചൊവ്വാഴ്ച എന്ന് പറയുന്നത് വേദജ്യോതിഷ പ്രകാരം നോക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ പല മേഖലകളിലും നിങ്ങൾ തീർത്തും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ചില കാര്യങ്ങൾ സംഭവിക്കുകയും അതുപോലെ തന്നെ നിങ്ങളുടെ ഇതുവരെയുള്ള ജീവിത രീതികളെ തന്നെ മാറ്റിമറിക്കുന്ന തരത്തിലുള്ള ചില കാര്യങ്ങൾ നടക്കുകയും ചെയ്യുവാൻ പോകുന്ന ഒരു ദിവസമായിരിക്കും. പ്രത്യേകിച്ച് ഈ 3 രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്കും ഈ ജൂലൈ മാസം 8-ാം തീയതി ചൊവ്വാഴ്ച ചന്ദ്രൻ്റെ സ്വാധീനം വളരെയധികം നിലനിൽക്കുന്നതിനാൽ തന്നെ ആ ഒരു ദിവസം നിങ്ങളിൽ നടക്കുവാൻ പോകുന്ന എല്ലാ കാര്യങ്ങൾക്കും അത്രയധികം പ്രാധാന്യം നിലനിൽക്കുന്നുണ്ട്. അപ്രകാരം നോക്കുമ്പോൾ 9 നക്ഷത്രത്തിൽപ്പെട്ട 3 രാശിക്കാരായിട്ടുള്ള വ്യക്തികളുടെയും ജീവിതത്തിൽ ഈ ജൂലൈ മാസം 8-ാം തീയതി ചൊവ്വാഴ്ച സംഭവിക്കുവാൻ പോകുന്ന എല്ലാ കാര്യങ്ങളെ പറ്റിയും തന്നെ ഇന്നത്തെ അധ്യായത്തിലൂടെ നാം വിശദമായി പരാമർശിക്കുന്നുണ്ട്. എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതിൽ ഒന്നാമതായി ജൂലൈ മാസം 8-ാം തീയതി ചൊവ്വാഴ്ച ചന്ദ്രൻ്റെ സ്വാധീനം വളരെയധികം നിലനിൽക്കുന്നതിനാൽ ജീവിതത്തിൽ ചില വ്യത്യസ്തമായ നേട്ടങ്ങളും ശുഭകാര്യങ്ങളും നേടിയെടുക്കുവാനുള്ള യോഗം നിലനിൽക്കുന്ന രാശിക്കാരായി വരുന്നത് മകയിരം, തിരുവാതിര, പുണർദം വരുന്ന മിഥുനം രാശിക്കാരാണ്. മിഥുനം രാശിയിൽ പിറന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എത്രയൊക്കെ കഷ്ടപ്പാടുകളും ദുരനുഭവങ്ങളും ജീവിതത്തിൽ നേരിട്ട് വന്നിരുന്നവരാണെങ്കിലും ചന്ദ്രൻ്റെ അനുഗ്രഹഭാവം നിങ്ങളിൽ നിലനിൽക്കുന്ന ഈ ഒരു ദിവസം നിങ്ങളിലേക്ക് വരുവാൻ പോകുന്ന കാര്യങ്ങളെല്ലാം ഏറ്റവും ശുഭകരമായിരിക്കും. എന്നാൽ ഈ മകയിരം, തിരുവാതിര, പുണർദം നക്ഷത്രക്കാരായിട്ടുള്ള മിഥുനം രാശിയിൽ പിറന്ന വ്യക്തികൾക്ക് നിങ്ങളുടെ കർമ്മ മേഖലയിലും ജീവിതത്തിൻ്റെ പല സാഹചര്യങ്ങളിലും എന്തെന്നില്ലാത്ത പ്രതിസന്ധികളാണ് ഇതുവരെ നേരിട്ടുകൊണ്ടിരുന്നത്. പ്രത്യേകിച്ച് ഒരു സ്ഥിര വരുമാനമുള്ള ജോലിയില്ലാതെ വരെ കഷ്ടപ്പെടുന്ന ആളുകൾ നിരവധിയുണ്ട്. അതായത് നിങ്ങളുടെ കുടുംബത്തിൻ്റെ ഓരോ ദിവസത്തെ ആവശ്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലെ മറ്റുള്ള കാര്യങ്ങളും നടത്തിയെടുക്കുവാനുള്ള സാമ്പത്തിക ഉന്നതി പോലും നിങ്ങൾക്ക് ഇതുവരെ കാണുവാൻ കഴിഞ്ഞിട്ടില്ല. എത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ടും എത്രയൊക്കെ പരിശ്രമിച്ചിട്ടും ഓരോ ദിവസവും വീട്ടിലെ പ്രശ്നങ്ങൾ അധികരിക്കുന്നതല്ലാതെ നിങ്ങൾക്ക് ഗുണകരമായിട്ടുള്ള ഒരു കാര്യങ്ങളും കാണുവാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അതോടൊപ്പം തന്നെ വളരെയധികം ആരോഗ്യ പ്രശ്നങ്ങൾ നേരിട്ട് വരുന്ന ചില മിഥുനം രാശിക്കാരെ പറ്റിയും എടുത്തു പറയേണ്ടതുണ്ട്. നിങ്ങളുടെ ശരിക്കുള്ള അവസ്ഥ നോക്കുകയാണെങ്കിൽ ഒരു ജോലിക്ക് സ്ഥിരമായി പോകുവാനോ അധ്വാനിച്ച് കിട്ടുന്ന പണം സ്വരുക്കൂട്ടുവാനോ കഴിയുന്നില്ല. ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് തന്നെ കയ്യിലുള്ള പണമെല്ലാം നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് നിങ്ങൾക്ക് നിലനിൽക്കുന്നത്. എന്നാൽ ഈ ചന്ദ്രൻ്റെ അനുഗ്രഹഭാവം നിങ്ങളിലേക്ക് വരുന്ന ഈ ഒരു സമയത്ത് മിഥുനം രാശിയിൽ പിറന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം മികച്ച ആരോഗ്യസ്ഥിതി കൈവരിക്കുവാനും നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്ന എല്ലാ വിധത്തിലുള്ള കാര്യതടസ്സങ്ങളിൽ നിന്നും ശമനം കാണുവാനുള്ള യോഗം കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു ദിവസം മിഥുനം രാശിയിൽ പിറന്ന വ്യക്തികൾക്ക് പുതിയ ജോലിയിലേക്ക് പ്രവേശിക്കുവാനും അതോടൊപ്പം തന്നെ പുതിയ പ്രൊജക്റ്റുകളിൽ ഒപ്പുവെക്കുവാനുമുള്ള യോഗവും നിലനിൽക്കുന്നു. എന്നാൽ പങ്കാളിത്ത ബിസിനസ്സുകളൊക്കെ ചെയ്യുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ ഈ ഒരു ദിവസം നിങ്ങൾ എല്ലാവരെയും കണ്ണടച്ച് വിശ്വസിച്ച് സാമ്പത്തിക കാര്യങ്ങൾ ഒന്നും തന്നെ ചെയ്യുവാൻ നിൽക്കരുത്. കാരണം നിങ്ങൾ അമിതമായി വിശ്വസിക്കുന്ന ചില വ്യക്തികൾ മൂലം നിങ്ങൾക്ക് ചില സാമ്പത്തിക നഷ്ടങ്ങൾ ഈ ഒരു ദിവസം ഉണ്ടാകുവാൻ സാധ്യത നിലനിൽക്കുന്നുണ്ട്.
അതൊഴിച്ചാൽ മിഥുനം രാശിക്കാരായിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ സാമ്പത്തിക മേഖലയിലും കർമ്മ മേഖലയിലും ജീവിതത്തിൻ്റെ മറ്റുള്ള സാഹചര്യങ്ങളിലുമെല്ലാം ഏറ്റവും മികച്ച അനുഭവങ്ങൾ തന്നെയായിരിക്കും ഉണ്ടാകുന്നത്. ഇനി അതുപോലെ തന്നെ ചില നിയമക്കുരുക്കുകളിലൊക്കെ പെട്ടിരിക്കുന്ന മിഥുനം രാശിയിൽ പിറന്ന വ്യക്തികൾക്ക് ഗുണകരമായ തരത്തിലുള്ള ഒരു ദിവസമായിരിക്കും ഈ ജൂലൈ മാസം 8-ാം തീയതി ചൊവ്വാഴ്ച എന്ന് പറയുന്നത്. അതായത് നിങ്ങളുടേതല്ലാത്ത കാരണങ്ങളാൽ നിങ്ങൾ അകപ്പെട്ടു പോയ ചില കേസുകളിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തു വരുവാനുള്ള അവസരം ഈ ഒരു സമയത്ത് നിങ്ങളിലേക്ക് വന്നു ചേരും. എന്തുകൊണ്ടും മിഥുനം രാശിയിൽ പിറന്ന വ്യക്തികൾക്ക് ഈ ജൂലൈ മാസം 8-ാം തീയതി ചൊവ്വാഴ്ച എന്ന് പറയുന്നത് ഏറ്റവും ശുഭകരമായിട്ടുള്ള ഫലങ്ങളായിരിക്കും നൽകുന്നത്. ഇനി രണ്ടാമതായി ചന്ദ്രൻ്റെ ഗുണകരമായ സ്വാധീനം ഏറ്റവും ശുഭകരമായ ചില അനുഭവങ്ങളും ജീവിത നേട്ടങ്ങളും ഈ ജൂലൈ മാസം 8-ാം തീയതി ചൊവ്വാഴ്ച ജീവിതത്തിലേക്ക് സമ്മാനിക്കുവാൻ പോകുന്ന രാശിക്കാരായി വരുന്നത് വിശാഖം, അനിഴം, തൃക്കേട്ട വരുന്ന വൃശ്ചികം രാശിക്കാരാണ്. വിശാഖം, അനിഴം, തൃക്കേട്ട വരുന്ന വൃശ്ചികം രാശിക്കാരുടെ ഇപ്പോഴുള്ള സാഹചര്യം എടുത്തു നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ മാനസിക അവസ്ഥ വളരെ പരിതാപകരമായ സ്ഥിതിയിലാണുള്ളത്. അതായത് നിങ്ങൾ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും എണ്ണി നോക്കുകയാണെങ്കിൽ അതിൽ ഭൂരിഭാഗം നിങ്ങളെ ദുഃഖത്തിലാഴ്ത്തുന്ന കാര്യങ്ങളായിരിക്കും. ഒന്നിനു പുറകെ ഒന്നായി കഷ്ടപ്പാടുകളും ദുരിതങ്ങളും വന്നുകൊണ്ടേയിരിക്കുന്ന അവസ്ഥയാണ് മിക്ക സമയങ്ങളിലും തന്നെ നിങ്ങൾ അനുഭവിക്കുന്നത്. എന്നാൽ വൃശ്ചികം രാശിയിൽ പിറന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഈ ജൂലൈ മാസം 8-ാം തീയതി ചൊവ്വാഴ്ച എന്ന് പറയുന്നത് ചന്ദ്രൻ്റെ അനുഗ്രഹഭാവം നിങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നതിനാൽ തന്നെ ഏറ്റവും സന്തോഷം നിറഞ്ഞ ചില കാര്യങ്ങൾ ജീവിതത്തിൽ കാണുവാനും അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഭാവിയെ ഉയർച്ചകളിലേക്ക് കൊണ്ടുപോകുന്ന ചില കാര്യങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുവാനുമുള്ള യോഗം കാണുന്നുണ്ട്. ഇനി പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് വിവാഹപ്രായം കഴിഞ്ഞിട്ടും വിവാഹ കാര്യങ്ങൾക്ക് ഒരു നീക്കുപോക്കും കാണുവാൻ കഴിയാതെ വളരെയധികം വിവാഹ തടസ്സം നേരിട്ടുകൊണ്ടിരിക്കുന്ന വൃശ്ചികം രാശിയിൽ പിറന്ന വ്യക്തികളെ പറ്റിയാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ചന്ദ്രൻ്റെ ഈ അനുഗ്രഹഭാവം നിങ്ങൾക്ക് ഏറ്റവും മംഗളകരമായ ചില അനുഭവങ്ങളായിരിക്കും ജീവിതത്തിൽ നൽകുവാൻ പോകുന്നത്. അതായത് വിവാഹ തടസ്സം നീങ്ങി നിങ്ങൾക്ക് അനുയോജ്യമായ ജീവിത പങ്കാളിയെ കണ്ടെത്തുവാനും ജീവിതത്തിൽ എന്തെന്നില്ലാത്ത സന്തോഷവും സമാധാനവും അനുഭവിക്കുവാനുള്ള യോഗം നിങ്ങൾക്ക് ഇതോടെ കൈവരും. ഇനി വൃശ്ചികം രാശിക്കാരുടെ സാമ്പത്തിക മേഖലയെ പറ്റി പറയുവാനാണെങ്കിൽ നിങ്ങൾ തീർത്തും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ചില നേട്ടങ്ങൾ പല വ്യക്തികൾക്കും ഈ ഒരു ദിവസം ഉണ്ടാകും. അതിൽ തന്നെ ചെറുതും വലുതുമായ സാമ്പത്തിക നേട്ടങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഇനി അതുപോലെ തന്നെ ഇതുവരെ ഒരു നല്ല ജോലി ലഭിക്കാതെ പരിശ്രമങ്ങളെല്ലാം നിഷ്ഫലമായ രീതിയിൽ ജീവിതത്തിൽ നട്ടം തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന വൃശ്ചികം രാശിയിൽ പിറന്ന ചില വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഈ ജൂലൈ മാസം 8-ാം തീയതി ചൊവ്വാഴ്ച നിങ്ങളിലേക്ക് ചില അവസരങ്ങൾ ഒരുങ്ങി വരികയും അതോടൊപ്പം തന്നെ നിങ്ങളുടെ പല സ്വപ്നങ്ങളും പൂവണിയുന്ന ഒരു സമയം കൂടിയായിരിക്കും വരുന്നത്. ഇനി ഇതിൽ പ്രത്യേകിച്ച് ചന്ദ്രൻ്റെ അനുഗ്രഹഭാവം ഏറ്റവും അധികം ഗുണകരമായി വരുവാൻ പോകുന്നത് വൃശ്ചികം രാശിക്കാരായിട്ടുള്ള വിദ്യാർത്ഥികൾക്കും കുട്ടികൾക്കുമാണ്. അതായത് അവരുടെ കലാകായിക മേഖലയിലും പഠന കാര്യങ്ങളിലുമെല്ലാം ഏറ്റവും അധികം മികവ് പുലർത്തുവാനും അതോടൊപ്പം തന്നെ ചില അംഗീകാരങ്ങൾ നേടിയെടുക്കുവാനുള്ള യോഗം വൃശ്ചികം രാശിക്കാരായിട്ടുള്ള കുട്ടികൾക്ക് ഈ ഒരു സമയത്ത് നിലനിൽക്കുന്നുണ്ട്. അതിനാൽ തന്നെ ഈ ഒരു സമയത്ത് വൃശ്ചികം രാശിയിൽ പിറന്ന കുട്ടികളുള്ള മാതാപിതാക്കൾക്ക് വളരെയധികം മാനസിക സന്തോഷം അനുഭവിക്കുവാൻ കഴിയുമെന്നുള്ളതും ഒരു ശരിയായ വസ്തുതയാണ്. അതോടൊപ്പം തന്നെ വൃശ്ചികം രാശിയിൽ പിറന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളിലും ആത്മവിശ്വാസം ഉണ്ടാവുകയും
ഈ ഒരു ദിവസം വളരെ അത്യാവശ്യമായി ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും കൃത്യമായി ചെയ്യുവാനുമുള്ള യോഗം നിങ്ങൾക്ക് ഉണ്ടാവുകയും ചെയ്യും. അതിനാൽ തന്നെ നിങ്ങൾക്ക് ജീവിതത്തിൽ ചില നേട്ടങ്ങൾ ഈ ഒരു ദിവസം ഇതിലൂടെ കൈവരിക്കുവാൻ കഴിയുമെന്നുള്ളത് ഫലത്തിൽ വ്യക്തമാണ്. അപ്പോൾ വിശാഖം, അനിഴം, തൃക്കേട്ട വരുന്ന വൃശ്ചികം രാശിക്കാരായിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഈ ജൂലൈ മാസം 8-ാം തീയതി ചൊവ്വാഴ്ച നിങ്ങൾക്ക് പല വിധത്തിലുള്ള ശുഭകാര്യങ്ങളും സന്തോഷിക്കുവാൻ കഴിയുന്ന തരത്തിലുള്ള അനുഭവങ്ങളും ജീവിതത്തിൽ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഒരു മാറ്റവുമില്ല. ഇനി മൂന്നാമതായി ഈ ജൂലൈ മാസം 8-ാം തീയതി ചൊവ്വാഴ്ച ചന്ദ്രൻ്റെ അനുഗ്രഹം സിദ്ധിക്കുന്നതിനാൽ ജീവിതത്തിൽ വ്യത്യസ്തമായ പല നേട്ടങ്ങളും കരസ്ഥമാക്കുവാനുള്ള യോഗം നിലനിൽക്കുന്ന രാശിക്കാരായി വരുന്നത് ഉത്രാടം, തിരുവോണം, അവിട്ടം വരുന്ന മകരം രാശിക്കാരാണ്. മകരം രാശിയിൽ പിറന്ന വ്യക്തികൾ ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ വളരെ പ്രയാസം നിറഞ്ഞവയാണ്. അതിൽ സാമ്പത്തിക പ്രശ്നങ്ങളും മാനസികമായി നിങ്ങളെ തളർത്തി കളയുന്ന കാര്യങ്ങളും കുടുംബത്തിലെ പല പ്രശ്നങ്ങളും എല്ലാം ഉൾപ്പെടുമെങ്കിലും നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള എല്ലാ ദുരിതങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ശമനം കാണുവാൻ കഴിയുന്ന ഒരു സമയമായിരിക്കും ഇനി വരുന്നത്. അതുപോലെ തന്നെ പല മകരം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്കും ഈ ജൂലൈ മാസം 8-ാം തീയതി ചൊവ്വാഴ്ച നിങ്ങൾ മുൻപ് തന്നെ ചെയ്തിരുന്ന ചില നിക്ഷേപങ്ങളുമായി ബന്ധപ്പെട്ടുള്ള തുകകൾ കയ്യിൽ വരുവാനും സ്വർണം, വാഹനം എന്നിങ്ങനെയുള്ള വസ്തുക്കൾ വാങ്ങുവാനുള്ള യോഗവും പല വ്യക്തികളിലും നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല ഈ ജൂലൈ മാസം 8-ാം തീയതി ചൊവ്വാഴ്ച നിങ്ങൾ തീർത്തും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ചില ശുഭകാര്യങ്ങൾ നിങ്ങളുടെ കാതുകൊണ്ട് കേൾക്കുവാനും നിങ്ങൾക്ക് ഏറ്റവും സന്തോഷം നിറഞ്ഞ ഒരു ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ കഴിയുന്ന തരത്തിലുള്ള ചില അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തുവാനും പോവുകയാണ്. അതിനാൽ തന്നെ നിങ്ങൾ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളും ദുഃഖങ്ങളും എന്തു തന്നെ ആയിരുന്നാലും അതെല്ലാം നിങ്ങൾ പോലും മറക്കുവാൻ പോകുന്ന തരത്തിലുള്ള സമയമായിരിക്കും ഈ ജൂലൈ മാസം 8-ാം തീയതി ചൊവ്വാഴ്ചയോടെ നിങ്ങളിലേക്ക് എത്തുന്നത്. ഇതിൽ പ്രത്യേകിച്ച് മകരം രാശിയിൽ പിറന്ന ചില മാതാപിതാക്കൾക്ക് മക്കളിൽ നിന്ന് ചില സ്നേഹ സമ്മാനങ്ങൾ ഈ ഒരു ദിവസം ലഭിക്കുകയും അതോടൊപ്പം തന്നെ മക്കൾ ചെയ്യുന്ന ചില കാര്യങ്ങൾ നിങ്ങളെ വളരെയധികം സന്തോഷിപ്പിക്കുകയും ചെയ്യും എന്നുള്ളതും ഫലത്തിൽ കാണുന്നുണ്ട്. മാത്രമല്ല ചില വിദേശ രാജ്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് വിലപിടിപ്പുള്ള ചില കാര്യങ്ങൾ ലഭിക്കുവാനും അതോടൊപ്പം തന്നെ വിദേശ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങൾ ഈ ഒരു ദിവസം മകരം രാശിക്കാരുടെ ജീവിതത്തിൽ നടക്കുവാൻ പോകുന്നതായും ഫലത്തിൽ കാണുന്നു. എന്തുതന്നെ ആയാലും നിങ്ങൾക്ക് വരുവാൻ പോകുന്ന കാര്യങ്ങൾ ഏറ്റവും മികച്ചതായിരിക്കും. അപ്പോൾ എന്തുകൊണ്ടും ഈ 3 രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്കും ജീവിതത്തിൽ പലതരത്തിലുള്ള ശുഭകാര്യങ്ങളും ജീവിത നേട്ടങ്ങളും ചന്ദ്രൻ്റെ അനുഗ്രഹം കൊണ്ട് ഈ ജൂലൈ മാസം 8-ാം തീയതി ചൊവ്വാഴ്ച പ്രതീക്ഷിക്കാം. ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക. നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.